പുറത്ത് നല്ല മഴയും കാറ്റുട്ടോ. അപ്പം ഇങ്ങനെ എന്താ നല്ലൊരു കൊതി ഇങ്ങനെ തോന്നി, നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാലോ എന്നിട്ടോ. അപ്പോൾ അതൊന്ന് മുട്ട മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കാടമുട്ട എടുത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങ് കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയും, അതെന്നെ സാധനം. അപ്പോൾ ഈ മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മുളകും പൊടി എടുത്തു, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ മസാല ഇങ്ങനെ നമ്മൾ മീനിലൊക്കെ പിടിപ്പിക്കുമല്ലോ, അതേപോലെ മസാല ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ടിട്ട് മുട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം, എന്തെങ്കിലുമുള്ള ആ മുട്ടയിലൊക്കെ പിടിക്കും കേട്ടോ. നമ്മൾ കാടമുട്ട എടുത്തതുകൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടില്ല. വലിയ മുട്ടയാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ അതൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. കൂടെ നല്ല കട്ടൻ ചായയും കൂടി ഉണ്ടാക്കണുണ്ട്. അധികം കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒരു സുലൈമാനി ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ദാ നമുക്ക് മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുട്ട ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ എണ്ണയിൽ മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്ത് കണ്ട് മസാല ഫുള്ള് മുട്ടയിൽ പിടിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ പരുവായി കിട്ടുക. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം. കുറച്ച് ആർഭാടത്തിന് വേണ്ടി കണ്ട് മേലെ കുറച്ച് കറിവേപ്പിലൊക്കെ തൂക്കി നല്ലൊരു അടിപൊളിയാക്കി വെക്കുക കേട്ടോ. എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോഴും കൂടി വായിൽ കപ്പലിടുന്ന വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത്രക്ക് ടേസ്റ്റ് ചെയ്യുന്നു. കൂടെ നല്ല ചൂട് കട്ടൻ ചായയും കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴയുള്ള ടൈമിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ നല്ല സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി, എല്ലാവരും കൂടി ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ കഴിക്കല്ലേ, അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നങ്ങാണ്ട് ഇതൊന്നും കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടില്ല കേട്ടോ. നമ്മുടെ എല്ലാവരും ഇരുന്നങ്ങാണ്ട് കഴിക്കുമ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.